ഒരു ദേശത്തിൻ്റെ കഥ. എസ്.കെ. പൊറ്റക്കാട് സഞ്ചാര സാഹിത്യത്തിലെ നമ്മുടെയൊക്കെ എല്ലാവർക്കും അറിയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ബുക്കാണ്. ഈ സഞ്ചാരം, യാത്ര, ഇതൊക്കെ നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതൊക്കെ ഈ അടുത്ത കാലത്താണ്. ഒരുപാട് സഞ്ചാരികളുടെയും ഒരു കുത്തൊഴുക്ക് എന്ന പോലെ തന്നെ, അതുപോലെ യാത്രികരുടെയൊക്കെ കുത്തൊഴുക്ക് എന്ന പോലെ തന്നെ നമ്മളൊക്കെ കാണുന്നത്. ആ യാത്ര സഞ്ചാരങ്ങളെയൊക്കെ നമ്മൾ എത്രത്തോളം സാഹിത്യത്തിലൂടെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. ഒരുപാട് വീഡിയോകൾ, വ്ളോഗുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ യാത്ര പോകുമ്പോൾ, ഞാനടക്കം യാത്ര പോകുമ്പോൾ വ്ളോഗുകൾ ചെയ്യാറുണ്ട്. അതൊന്നും ഒരു സാഹിത്യ കൃതിക്ക് തുല്യമാക്കി നമുക്ക് കാണാൻ കഴിയില്ല. എസ്.കെ. പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ യാത്രാ സാഹിത്യങ്ങളെ കൃതികളെ പോലെ, അതുപോലെ തന്നെ C.H. മുഹമ്മദ് കോയ സാഹിബിൻ്റെ യാത്രാ സാഹിത്യത്തിൻ്റെ കുറേ ബുക്കുകളുണ്ട്. അതൊക്കെ തരുന്ന ഒരു ആത്മനിർവൃതി അല്ലെങ്കിൽ ഒരു അനുഭൂതി, അതൊന്നും നമ്മുടെ ഒരു വ്ളോഗുകൾക്കും നമുക്ക് തരാൻ കഴിയില്ല. പക്ഷേ അത്തരം രീതിയിൽ വ്ളോഗുകളോ അല്ലെങ്കിൽ യാത്രാ സാഹിത്യ സഞ്ചാരങ്ങളെയൊക്കെ എഴുതുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന പുതിയ പുതിയ മേഖലകളൊക്കെ ഇനിയും വരേണ്ടതായിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇന്നത്തെ ദിവസം, ഇന്ന് മൊയ്തു കീശേരി അദ്ദേഹം ഇന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. കോവിഡ് ബാധിതനായി, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ചികിത്സയിലൊക്കെ ആയിരുന്നു അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ലോകസഞ്ചാരി മൊയ്തു കീശേരി മരണപ്പെട്ടു. 61 വയസ്സായിരുന്നു. 1959 ഇല്യൻ അഹമ്മദ് കുട്ടി ഹാജിയുടെയും ഖദീജക്കുട്ടിയുടെയും മകനായി കീശേരിയിലാണ് ജനനം. മലയാളത്തിലെ സഞ്ചാര സാഹിത്യകാരനായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നിരവധി സഞ്ചാര സാഹിത്യങ്ങൾ രചിച്ചിട്ടുണ്ട്. 10ാം വയസ്സിൽ 50 രൂപയുമായി വീട് വിട്ടിറങ്ങിയ യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തുടർന്ന് 43 രാജ്യങ്ങളിലൂടെ വർഷങ്ങളോളം സഞ്ചരിച്ചു. വിസയോ പാസ്പോർട്ടും ഇല്ലാതെ 24 രാജ്യങ്ങളിലേക്കാണ് ഇദ്ദേഹം നുഴഞ്ഞുകയറിയത്. ഇതിനിടയിൽ 20 ഭാഷകളും പഠിച്ചു. ഇറാനിൽ സൈനിക സേവനം നടത്തി. ഇറാഖിൽ ചാരവൃത്തിയും അഫ്ഗാൻ മലനിരകളിൽ ഗറില്ല പോരാട്ടങ്ങളിലും ഏർപ്പെട്ടു. ഇറാഖ് യുദ്ധത്തിൽ ഇറാൻ സൈനികനായി സേവനമനുഷ്ഠിച്ചു. 1980 ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർണയുടെ റിപ്പോർട്ടറുമായി. പൊന്നാനി പള്ളി ദർസിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാരകൃതി വായിച്ച് അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട നാടുവിടുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന 200 രൂപയിൽ നിന്ന് 150 രൂപ ദാനം നൽകി ബാക്കി 50 രൂപയുമായി ലോകമനുഭവിക്കാൻ 10ാം വയസ്സിലിറങ്ങിയ മൊയ്തുക്ക, ലോക സംസ്കാരം പഠിക്കാൻ, മനുഷ്യനെ മനുഷ്യനാക്കാൻ യാത്ര അല്ലാതെ മറ്റെന്തുണ്ട്? ആദ്യം ഉത്തരേന്ത്യയിലെത്തി. 7 വർഷം ഇന്ത്യ മുഴുവനും ചുറ്റിക്കറങ്ങി. സന്യാസം, സൂഫിസം, പേരറിയാത്ത സ്ഥലങ്ങൾ. പിന്നീട് ഇന്ത്യക്ക് പുറത്ത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, കസാക്കിസ്ഥാൻ, തുർക്കി, ഇറാൻ, ഇറാഖ്, യൂറോപ്പ്, ആഫ്രിക്ക, ഒന്നും കയ്യിലില്ലാതെ ഉള്ള സഞ്ചാരം. 50ഓളം രാജ്യങ്ങൾ. നാട്ടിൽ മടങ്ങിവരവ് വർഷങ്ങൾക്ക് ശേഷം. ഓർമ്മകളും ഒരുപാട് അനുഭവങ്ങളുമായി. 1000-ൽ പരം യുഗങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ പുരാവസ്തു ശേഖരണത്തിലുണ്ട്. ഇതെല്ലാം തന്നെ അദ്ദേഹം ഈ അടുത്ത് സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. നഗരങ്ങൾ കാണാൻ പോകുന്നത് യാത്ര, മനുഷ്യാവസ്ഥ കണ്ടെത്തുന്നതും അത് സഞ്ചാരം. ഇതൊരു കെട്ടുകഥയോ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതകഥയോ നമുക്കൊരു കെട്ടുകഥയായി തോന്നിയേക്കാം. അത്തരം രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ, ജീവിത കഥകൾ. അദ്ദേഹം നാട് വിട്ടു പോവുകയും ഒരുപാട് രാഷ്ട്രങ്ങൾ, 24-25ഓളം രാഷ്ട്രങ്ങളിൽ അതിർവരമ്പുകളെ അദ്ദേഹത്തിന് പാസ്പോർട്ടില്ല. അത്തരം രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ തന്നെ ഇങ്ങനെ നുഴഞ്ഞു കയറിയും ആ രീതിയിൽ നടന്നും യാത്ര ചെയ്ത അദ്ദേഹത്തെയാണ് ശരിക്കൊരു സഞ്ചാരി എന്ന്, ഒരു യാത്രികൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നഗരം കാണാൻ പോകുന്നത് യാത്ര അല്ലെങ്കിൽ യാത്രികൻ.
ഈ മനുഷ്യൻ്റെ ജീവിത അവസ്ഥകൾ കാണാൻ പോകുന്നത്, ഒന്നുമില്ലാതെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നത്, അത് സഞ്ചാരി, അതാണ് സഞ്ചാരി എന്ന്. അദ്ദേഹം അത് ശരിക്കും അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ജീവിതത്തെ അദ്ദേഹം നോക്കിക്കണ്ടിരുന്നത് ഒരു യാത്രികൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. ജീവിതം മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ലോകം മനസ്സിലാക്കാൻ, മനുഷ്യനെ മനസ്സിലാക്കാൻ തന്നെ അദ്ദേഹം യാത്ര എന്നതാണ് ഉപയോഗിച്ചിരുന്നത്. യാത്ര എന്ന് പറയുന്നത് ശരിയാണ്, നമ്മുടെ യാത്രയിലൂടെ നമ്മുടെ മനസ്സ് വലുതാവും, നമ്മുടെ സംസ്കാരങ്ങൾ നമ്മൾ കൂടുതൽ സഹിഷ്ണുതയുള്ളവരായി മാറും, നമ്മൾ കൂടുതൽ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരു മനസ്ഥിതിയുള്ള ആളുകളാവും. ഈ ഒരു സാഹചര്യത്തിൽ യാത്രയെ കൂടുതൽ സഞ്ചാരികളുടെ ഒരു കുത്തൊഴുക്കൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. വ്ളോഗിലൂടെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സഞ്ചാരത്തിനും യാത്രക്കൊക്കെ കിട്ടുന്ന കൂടുതലൊരു പബ്ലിസിറ്റി, അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ ആസ്വാദനം, യാത്രയെ ആസ്വദിക്കുന്നതും യാത്രികരും കൂടി വരുന്ന ഈ ഒരു സാഹചര്യമാണ്. നമ്മളെല്ലാവരും യാത്രികരായിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരും വീഡിയോസ് അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അതൊരു വീഡിയോയിലോ അല്ലെങ്കിൽ ഫോട്ടോയിലോ പകർത്തി എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം കുറേ ആളുകളൊക്കെ അത്തരം രീതിയിൽ തന്നെ തൻ്റെ സ്വന്തം മൊബൈൽ കൊണ്ട് പോകുന്ന യാത്രകളും പോകുന്ന നഗരങ്ങളും ഗ്രാമങ്ങളും റോഡുകളും എല്ലാം കാണുന്ന കാഴ്ചകളൊക്കെ പകർത്തി നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനിയും അത് കൂടുതൽ ആളുകൾ. അപ്പോൾ യാത്ര എന്ന് പറയുന്നതിൻ്റെ 70കളിലെ അദ്ദേഹം ഒക്കെയാണ് ശരിക്കുള്ളൊരു യാത്രികൻ. ഇപ്പോഴും അദ്ദേഹമൊക്കെയാണ് ശരിക്കുള്ളൊരു സഞ്ചാരി എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇന്ന് മരണപ്പെട്ട് നമ്മൾ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്.